സന്ദീപ് വാര്യർ, ഇവിടെ പി വി അൻവർ മത്സരിക്കില്ല എന്ന് പറഞ്ഞത് മുഖവരിക്ക് എടുക്കണ്ട. പി വി അൻവർ മത്സരിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം, ഇന്ന് പൈസ ഇല്ലെന്ന് പറഞ്ഞ് പി വി അൻവറിന്റെ പക്കൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ പി വി അൻവർ ഇന്നലെ ഇട്ട ഷർട്ട് ഇന്നിട്ടു, അല്ലെങ്കിൽ 10,000 രൂപ എടുക്കാനില്ല എന്നൊക്കെ പറയുന്നതുള്ളതാണോ? അല്ല. പി വി അൻവർ പറഞ്ഞത് ടി എം സിയോടാണ് പറഞ്ഞത്. ടി എം സി എനിക്ക് പണം തരൂ, ഞാൻ മത്സരിക്കാം എന്ന് പറയുകയായിരുന്നു രാവിലത്തെ വാർത്താ സമ്മേളനം. ടി എം സി പണം കൊടുക്കും, പി വി അൻവർ മത്സരിക്കുകയും ചെയ്യും. സന്ദീപ് നോക്കൂ, ഈ അൻവർ ഇതിനു മത്സരിച്ചത് എവിടെയാണ്? ആദ്യം ഏറനാട്, രണ്ടാം സ്ഥാനത്ത് വന്നു പി വി. താങ്കൾക്കറിയാം അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 2000 ചില്ലുവാനം വോട്ടാണ്. CPM വോട്ട് ആര് പിടിച്ചു? അൻവർ പിടിച്ചു. പിന്നീട് വയനാട് ലോക്സഭയിൽ മത്സരിച്ചു, ഒറ്റയ്ക്ക് മത്സരിച്ചതാണ്, നല്ല വോട്ട് പിടിച്ചു പി വി അൻവർ. പിന്നീട് ഈ പറഞ്ഞ കടുത്ത UDF കോട്ടയാണല്ലോ നിലമ്പൂർ, അത് പൊളിച്ച് ആദ്യം ഷൗക്കത്തിനെ തോൽപ്പിക്കുമ്പോൾ എത്രയാണ് ഭൂരിപക്ഷം? രണ്ടാമത് മത്സരിച്ചപ്പോൾ വി പ്രകാശിന് മികച്ച പ്രതിച്ഛായ, ജയിച്ചു. ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന അൻവറിനൊരു വോട്ട് മാനേജ്മെന്റ് ശക്തിയുണ്ട്. ആ ശക്തിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് സന്ദീപ്. ഒരാളുടെ ശക്തിയെയും ഒരു വോട്ടറുടെ ശക്തിയെയും ജനാധിപത്യത്തിൽ ഒരാളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് UDF അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അവിടെ സ്വാഭാവികമായിട്ടും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അത് സംബന്ധിച്ചിട്ട് ഈ സമയത്ത് എന്തായാലും കൂടുതൽ കമൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉരുത്തിരിഞ്ഞ് വരട്ടെ. കാരണം ഓരോ മണിക്കൂറും നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെനാരിയോ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഫൈനലായിട്ടുള്ള എന്തെങ്കിലും ഔട്ട്കം വരുന്ന സമയത്ത് അത് സംബന്ധിച്ച് പ്രതികരിക്കുന്നതാണ് ഉചിതം. അല്ലാതെ ഓരോ 15 മിനിറ്റിലും ഇത് സംബന്ധിച്ചൊരു നിലപാട് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തു വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള UDFൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ UDFൻ്റെ നേതാക്കന്മാർ തുറന്നു പറയുന്നതാണ്. ഇവിടെ ശ്രീ മുസ്തഫ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് UDF ഈ കാലഘട്ടത്തിൽ ജയിച്ചതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണെന്നാണ്. ശരിയാണ്, UDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് കൂടുതലായി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളത്. ആ സിറ്റിംഗ് സീറ്റുകളൊക്കെ UDF ജയിച്ചു. ഭരണം ഉണ്ടായിട്ട് പോലും UDFൻ്റെ കൈവശമിരിക്കുന്ന സീറ്റുകൾ, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് UDFൻ്റെ കൈവശമിരിക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വർദ്ധിതമായിട്ടുള്ള ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് UDF ആ സീറ്റുകൾ പിടിച്ചെടുക്കുന്നത്. ഇനി അദ്ദേഹം ചേലക്കരയുടെ കാര്യം പറഞ്ഞു. ചേലക്കരയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ താണ് ഒരു ഭൂരിപക്ഷത്തോടുകൂടി അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രം അറിയാം. ചേലക്കര ദീർഘകാലമായിട്ട് ഒരു ഇടതുപക്ഷത്തിൻ്റെ വലിയ സ്വാധീനമുള്ള പ്രദേശമായിട്ട് പോലും വളരെ അവരേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും അവർക്ക് വളരെ ചെറിയ വോട്ടോട് കൂടി മാത്രമേ അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോൾ UDF സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ ജയിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതിയെങ്കിൽ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളങ്ങ് അവസാനിപ്പിച്ച് കൊടുത്തേക്കാം. നിലമ്പൂർ ഇപ്പോൾ എന്തായാലും LDFൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ. അപ്പോൾ ആ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി മുസ്തഫയുടെ ആ പരാതി അവസാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്വരാജ് ആയിരുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇഷ്ടമുള്ള സമയത്ത് പ്രഖ്യാപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനൊന്നും ഡിനേ ചെയ്യുന്നില്ല. പക്ഷേ CPM പോലൊരു സംഘടനയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും ദിവസം ഇത് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് UDFൽ ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകും, എന്നിട്ട് UDFൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വലവിരിച്ചവർ കാത്തിരുന്നു. അവരതിൽ പരാജയപ്പെട്ടു. അവസാനം അവിടെ സ്വരാജിലേക്ക് തിരിച്ചെത്തിയാണ്. ഇത് സ്വരാജിനെ പോലൊരു നേതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിനെ ആദ്യമേ തന്നെ അവിടെ പ്രഖ്യാപിക്കാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. എന്തായാലും സ്വരാജ് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നിലമ്പൂരിലേക്ക് വരേണ്ട അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട് നിലമ്പൂരാണെങ്കിൽ പോലും അദ്ദേഹം നിലമ്പൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്ന ആളല്ല. അദ്ദേഹം നിലമ്പൂർ വരാറില്ല. അദ്ദേഹം തൃപ്പൂണിത്തറയിലാണ്, എറണാകുളത്താണ് ഉണ്ടാകാറുള്ളത്. അദ്ദേഹത്തെ ഒരിക്കൽ തൃപ്പൂണിത്തറയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുകൂടി തൃപ്പൂണിത്തറയിൽ പരാജയപ്പെട്ട നേതാവാണ് സ്വരാജ്. അതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ജനങ്ങൾ തിരസ്കരിച്ച, പെർഫോമൻസ് മോശമായതുകൊണ്ട് ജനങ്ങൾ തിരസ്കരിച്ച ഒരു ജനപ്രതിനിധിയെ അവരിപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് നിർത്തിയിട്ടുള്ളതിൻ്റെ പുറകിൽ അതിൽ CPMനുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയം വല്ലതുണ്ടോ? UDFന് അവിടെ അത്ര അഭിജിത്വമല്ലോ. എത്രയായാലും നിലമ്പൂര് രാഹുലിന്റെ സ്വന്തം സ്ഥലമാണ്. രാഹുൽ പാലക്കാട് എന്ന് പറയുമ്പോൾ രാഹുൽ പുതിയ ആളാണ്. പാലക്കാട് അവിടെ പിടിച്ചില്ലേ? ഹാഷ്മി, കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരാൾക്കും എവിടെയും മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനൊന്നും ഡിലേ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് സ്വരാജ് നിലമ്പൂരുകാരനാണ്. പക്ഷേ സ്വരാജ് നേരത്തെ തൃപ്പൂണിത്തറയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉള്ളപ്പോൾ പോലും പരാജയപ്പെട്ടയാളാണ്. പെർഫോമൻസ് മോശമായതുകൊണ്ട് തൃപ്പൂണിത്തറ ജനങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുള്ള തൃപ്പൂണിത്തറയുടെ ജനപ്രതിനിധിയായിരുന്നു എന്നുള്ള കാര്യം അതൊരു വ്യക്തമായിട്ടുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. രാഹുൽ എവിടെയും നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ടയാളല്ല. അദ്ദേഹം ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് വന്നിറങ്ങി പാലക്കാട്ടെ ജനങ്ങൾ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. ഇനി നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് അവിടെ കാലങ്ങളായി ജനങ്ങളുടെ കളയിൽ നിന്ന് പ്രവർത്തിക്കുന്നയാളാണ്.
എന്തായാലും നിലമ്പൂരുകാരൻ എന്നുള്ള നിലയ്ക്ക് സ്വരാജിനെ അവതരിപ്പിക്കാൻ കഴിയില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ CPM അവതരിപ്പിക്കേണ്ടി വരും. കാരണം നിലമ്പൂരിലെ ജനങ്ങളുടെ ഏറ്റവും ജീവിത പ്രയാസങ്ങളിലൊന്നും സ്വരാജിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അവിടുത്തെ വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ നിരന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി വലിയ തോതിൽ പോർമുഖം തുറന്ന സാഹചര്യത്തിൽ, അവിടെ പ്രകൃതിക്ഷോഭങ്ങളാൽ ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിൽ, സ്വന്തം നാട്ടിലെ ജനങ്ങൾ വലിയ തോതിൽ പ്രയാസം അനുഭവിച്ച ഘട്ടത്തിലൊന്നും ഇപ്പോൾ ബഹുമാനപ്പെട്ട LDF സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത എന്തായാലും അവർക്ക് നിരസിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ എന്തായാലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് സ്വരാജിന്റെ ക്രെഡിബിലിറ്റിയെയോ അല്ലെങ്കിൽ മേന്മയെയോ ഒന്നും ഇപ്പൊ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ മുസ്തഫ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം മാതൃഭൂമിയുടെയോ അതല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലോ സ്വരാജിന്റെ സാന്നിധ്യത്തെയാണ് അദ്ദേഹത്തിന്റെ ദൈക്ഷണിക മേന്മയ്ക്കുള്ള ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട മുസ്തഫ മനസ്സിലാക്കേണ്ടത് മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ ആണെങ്കിലും മനോരമയുടെ ഹോർത്തൂസ് ആണെങ്കിലും അതിൽ ഞാനും രാഹുലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കാറുള്ളതാണ്. ഞങ്ങളെയൊക്കെ അതിലേക്ക് ക്ഷണിക്കാറുള്ളതാണ്. അപ്പോൾ സ്വരാജിനെ മാത്രമായിട്ട് കേരളത്തിൽ സ്വരാജ് മാത്രമല്ല അത്തരം സാഹിത്യോത്സവങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഏക രാഷ്ട്രീയ നേതാവ് എന്നുള്ള ബോധ്യമെങ്കിലും ശ്രീ മുസ്തഫയ്ക്ക് വേണം. അതുകൊണ്ട് അതെല്ലാം രാഹുൽ സ്വരാജിന്റെ ഒരു മികവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാൻ അവസാനിപ്പിക്കാം. ഇല്ല, ഞാൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സന്ദീപ് വാര്യർക്കാണെങ്കിലും അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിനാണെങ്കിലും അത് സ്വരാജ് ആണെങ്കിലും അവരുടെ മികവ് കൊണ്ടാണ് വിളിക്കുന്നത്. അത് തർക്കമൊന്നുമില്ല. അല്ല ഞാൻ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അത് സ്വരാജിന്റെ മാത്രം മികവായിട്ട് പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അരുൺ ഷൗക്കത്തും അത്തരത്തിൽ സർഗാത്മകമായിട്ടുള്ള മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ സ്വരാജിന് സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്, നിയമസഭയ്ക്കകത്ത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് CAG പറഞ്ഞ സ്റ്റേറ്റ് കിഫ്ബി ഒരു സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് സ്വരാജ് നടത്തിയ പ്രസംഗവും അതിന് ശ്രീ VD സതീശൻ നൽകിയ മറുപടിയും ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞ സ്റ്റേറ്റ് എന്താണെന്ന് VD സതീശൻ സ്വരാജിന് ക്ലാസ് എടുത്ത ആ സന്ദർഭം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരുപക്ഷെ അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം തൃപ്പൂണിത്തറയിലെ ജനങ്ങൾ ഇദ്ദേഹം ഞങ്ങളെ പ്രതിനിധീകരിക്കേണ്ട എന്ന് കഴിഞ്ഞ നിയമസഭ